എറണാകുളം നേര്യമംഗലത്ത് കെഎസ്ആർടിസി ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ ഒരു മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. അപകടത്തിൽപ്പെട്ട 15 വയസ്സുകാരി കുട്ടിയാണ് മരിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങളുമായി ഇപ്പോൾ സലി മുഹമ്മദ് ചേരുന്നുണ്ട്. സലി, സങ്കടകരമായ വാർത്തയാണ്. 15 വയസ്സുകാരി കുട്ടി നമ്മൾ കണ്ടതാണ് നേരത്തെ ആ ചിത്രത്തിൽ. ബസ്സിനടിയിൽ പെട്ടുപോയ കുട്ടിയാണോ ഇപ്പോൾ മരിച്ചിരിക്കുന്നത്? എന്താണ് വിവരം? തീർച്ചയായിട്ടും ബസ് ഈ അപകട സമയത്ത് ബസ്സിൽ നിന്ന് തെറിച്ചുപോയി ബസ്സിനടിയിൽ കുരുങ്ങിയ ആ പെൺകുട്ടിയാണ് മരിച്ചത്. 15 വയസ്സുകാരി കട്ടപ്പന സ്വദേശിനി അനീറ്റ മരിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. കട്ടപ്പന സ്വദേശി അനീറ്റ. ആ കുട്ടിയുടെ ആരോഗ്യനില വളരെ ഗുരുതരാവസ്ഥയിലായിരുന്നു. ഈ ബസ്സിനടിയിൽ നിന്ന് പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റുമ്പോഴും എന്ന് തന്നെ നമുക്ക് നേരത്തെ വിവരം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു അവസാന പ്രതീക്ഷ ഉണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും, ജീവൻ രക്ഷിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ ആശുപത്രി അധികൃതർ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കി അല്പം മുമ്പ് ആശുപത്രി അധികൃതർ പറഞ്ഞത് കുട്ടി മരിച്ചു എന്ന് തന്നെയാണ്. കുട്ടി ബസ്സിന്റെ മുൻ സീറ്റിലാണ് ഇരുന്നത്. ബസ് നിയന്ത്രണം വിട്ട് മറിയുന്നതിനിടെ ബസ്സിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീണു. അപ്പൊ കുട്ടി ആദ്യം പോയി ആ താഴ്ച ഒരു 15 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു. പിന്നാലെ ബസ് മറിഞ്ഞ് കുട്ടിയുടെ പുറത്തേക്കാണ് വീണത്. ഈ അരയ്ക്ക് മുകളിലേക്കുള്ള ഭാഗം ബസ്സിനടിയിലായിരുന്നു. ബസ്സിനടിയിൽപ്പെട്ട് ഇങ്ങനെ ചതഞ്ഞ നിലയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് ക്രെയിനും മറ്റും ഉപയോഗിച്ച് ബസ് ഉയർത്തി കുട്ടിയെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റുകയുണ്ടായി. അതിനൊരല്പം സമയം വേണ്ടി വന്നു എന്നുള്ളതാണ്. കാരണം താഴ്ചയിലാണ് ബസ്. പെട്ടെന്ന് അങ്ങനെ ഒരുപാട് ആളുകൾ കൂടി അവർ രക്ഷാപ്രവർത്തനത്തിന് പരമാവധി ശ്രമിച്ചു. പക്ഷേ ബസ് ഉയർത്തി ആ കുഞ്ഞിനെ ഒന്ന് പുറത്തേക്ക് എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. പിന്നീട് കോതമംഗലത്ത് നിന്ന് റിക്കവറി വാൻ ഒരു ക്രെയിനും എത്തിച്ച് അങ്ങനെ ബസ് ഉയർത്തി നിർത്തി കുട്ടിയെ പുറത്തെടുത്ത് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷേ ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ മരിച്ചിരുന്നു എന്ന തരത്തിലാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ഏതായാലും ഇപ്പോ ആളുടെ മരണം സ്ഥിരീകരിച്ച് ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. അതാണ് സാഹചര്യം. 15-16 പേർക്കാണ് പരിക്കുള്ളത്. അല്ല, ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് നമ്മൾ നേരത്തെ കണ്ടത്. കോതമംഗലം ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. നിരവധി പേരെ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ അടക്കം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും കൂടുതൽ പുതിയ ദൃശ്യങ്ങൾ ഇനി വരേണ്ടതുണ്ട്. എന്ന നിലവിൽ നൽകാൻ കഴിയുന്ന വിവരം കട്ടപ്പന സ്വദേശിയായ 15 വയസ്സുകാരി അനീറ്റ മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ബസ്സിനടിയിൽ പെട്ടുപോയ കുട്ടിയാണ് മരിച്ചത്. ബസ്സിലുണ്ടായിരുന്ന മറ്റു പലർക്കും നിരവധി പേർക്ക് നിസ്സാര പരിക്കുകളെ ഉള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത്. പരിക്കേറ്റ പലരെയും ആശുപത്രിയിലേക്ക് മാറ്റി, പലരും ചികിത്സ തേടിയ ശേഷം വീടുകളിലേക്ക് പോയി എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് നൽകാൻ കഴിയുന്നത്. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ അവിടെ ഫയർഫോഴ്സും മറ്റ് ക്രെയിൻ സംവിധാനങ്ങളടക്കം കൊണ്ടുവന്ന് ബസ് ഉയർത്തിയിട്ടുണ്ട്. നിലവിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, എന്തായാലും ഇപ്പോൾ ആ കാര്യം മാത്രമാണ് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നത്, അല്ലേ? മറ്റാശങ്കപ്പെടാനുള്ള ഒരു സാഹചര്യവും ഒരു പ്രതിസന്ധിയും ഇല്ല. ഈ കുട്ടി മരിച്ചു എന്നുള്ളതാണ്. ബാക്കിയുള്ളവരുടെ നിലയൊന്നും ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടാനൊന്നുമില്ല. ചെറിയ ഒടിവുകളും ചതവുകളും ഒക്കെയുള്ളൂ. വാഹനം യഥാർത്ഥത്തിൽ കൊക്കയിലേക്ക് മറിഞ്ഞിട്ടില്ല. വാഹനം ഈ ഇറങ്ങി വന്നപ്പോൾ നിയന്ത്രണം വിട്ട് ഒരു 15 അടി, പരമാവധി 15 അടി താഴ്ചയുള്ള ഒരു തിട്ടിൽ നിന്ന് താഴേക്ക് വീഴുകയാണ് ഉണ്ടായത്. അത് കീഴ്മേൽ മറിയുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഈ താഴേക്ക് വീഴുന്ന ഘട്ടത്തിൽ ഈ പെൺകുട്ടി വെന്റിലേറ്റർ വിൻഡോയിലൂടെ അതോ ശരി സാലി, ഏതായാലും നേര്യമംഗലത്തുണ്ടായ അപകടത്തിൽ ബസ് 15 അടി താഴ്ചയിൽ കെഎസ്ആർടിസി ബസ് 15 അടി താഴ്ചയിലേക്ക് നിയന്ത്രണം വിട്ട് പാഞ്ഞതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ ഒരു കുട്ടി മരിച്ചിരിക്കുന്നു എന്ന വിവരമാണ് സാലി മുഹമ്മദ് പങ്കുവച്ചത്.